ഫോട്ടോഗ്രാഫി ബേസ്ഡ് മൂവീസ് ഉണ്ടോ? യെസ്, ഫോട്ടോഗ്രാഫി ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. പക്ഷേ കുറച്ച് പണിയാണ് ഈ ഫോട്ടോഗ്രാഫി ബേസ്ഡ് മൂവീസ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഫോട്ടോഗ്രാഫി ബേസ്ഡ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, ഭയങ്കര ഫീൽ ഗുഡ് പടമാണ്. സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. ഇത് 2013 ഇറങ്ങിയ സിനിമയാണ്. ബെൻ സ്റ്റില്ലറാണ് എൻ്റെ ഡയറക്ടർ, ബെൻ സ്റ്റില്ലർ തന്നെയാണ് എൻ്റെ ആക്ടറും. ഇത് ഫോട്ടോഗ്രാഫി ബേസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പടത്തിൽ പറയുന്നുണ്ട്. അതിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു ക്യാമറമാൻ ഒരു മഞ്ഞുമലയുടെ മുകളിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സീക്വൻസ്. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഡിസ്ട്രാക്ഷൻ പുള്ളിക്ക് ഇഷ്ടമല്ല, ആ ഒരു മൊമെൻറ്റിൽ ലീവ് ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അതിൽ ജീവിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഭയങ്കര രസമുള്ള, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. കണ്ടുവെക്കുക, അടിപൊളിയാണ്. നിങ്ങൾക്ക് ക്ലാസിക്കൽ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പടമാണ് 1954 ഇറങ്ങിയിട്ടുള്ള റയർ വിൻഡോ. ഇത് 1954 ആണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയാൻ നിൽക്കണം. കാരണം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആണ്, ദ ലെജൻഡറി ഹിച്ച്കോക്ക്. അതുകൊണ്ട് നിങ്ങളത് കണ്ടുവെക്കുക. കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൽ ഒരു ക്യാമറമാൻ ഉണ്ട്, പുള്ളി ഒരു പ്രൊഫഷണൽ ക്യാമറമാനാണ്. പുള്ളിയുടെ കാലിന് ഒരു പ്രശ്നം പറ്റിയിട്ട് പുള്ളി ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ടെലി ലെൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അപ്പുറത്തുള്ള നൈബേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാണ്. അങ്ങനെ അറിയാതെ പുള്ളി ഒരു മർഡർ സീൻ വിറ്റ്നസ് ചെയ്യാണ്. അങ്ങനെ ഒരു കഥയാണ്. കണ്ടുവെക്കുക, കിടിലം പടമാണ്. അടുത്ത 2002 ഇറങ്ങിയ സിനിമയുണ്ട് സിറ്റി ഓഫ് ഗോഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ്. മിക്കവരും കണ്ടിട്ടുണ്ടാവും. സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഫോട്ടോഗ്രാഫി മാത്രമല്ല, എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് മസ്റ്റ് വാച്ചാണ്. കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. കണ്ടുവെക്കുക. ഇതിൽ ഒരു പ്രധാന കഥാപാത്രം ഫോട്ടോഗ്രാഫിയാണ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്, അയാളുടെ ചുറ്റുപാടുമുള്ള വയലൻസ് എല്ലാം എടുത്തു കാണിക്കാനൊക്കെ ആയിട്ട്. സോ മസ്റ്റ് വാച്ചാണ്. പിന്നെ 2008 ഇറങ്ങിയ സിനിമയുണ്ട് എവർ ലാസ്റ്റിംഗ് മൊമെൻറ്റ്സ്. ഇതിൽ ഒരു സ്ത്രീ, അവരൊരു വർക്കിംഗ് ക്ലാസ് വുമണാണ്. ഒരു ക്യാമറ വിൻ ചെയ്യുന്നു ഒരു നറുക്കെടുപ്പിലൂടെ. പിന്നീട് അവരുടെ ലൈഫിലെ പാഷൻ തിരിച്ചറിയുന്ന ഒരു സിനിമയാണ്. കണ്ടുപോകുക, നൈസാണ്. പിന്നെ മയക്കം എന്ന് പറയുന്ന സിനിമയുണ്ട്, നമ്മൾ ധനുഷൊക്കെ അഭിനയിച്ചൊരു പടമാണ്. അത് സെൽവരാഘവൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു വർക്കാണ്. ഭയങ്കര രസമുള്ള പടം. അതിൽ ധനുഷ് ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ അയാളുടെ ലൈഫും സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഗംഭീര പടം, ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉള്ള പടമാണ്. അതിൽ പാട്ടുണ്ട്, മറ്റേ നൊന്നത് മഴ വന്നിച്ചാ നൊല്ലല വെയിൽ വന്നിച്ചാ, അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. നല്ല റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്നൊരു പാട്ടായിരുന്നു. ഇനി ഒരുപാട് സിനിമകളുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സിനിമ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ചിൽ ദാൻ.